CUT UG വഴി ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി AUDയിലേക്കുള്ള അഡ്മിഷൻ ജൂലൈ 2 മുതൽ ആരംഭിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് https://aud.delhi.government.in എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര കോഴ്സുകളാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഏകദേശം 18ഓളം കോഴ്സുകളാണ് ഡോക്ടർ BR അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. നിങ്ങൾ ഒരു സബ്ജക്റ്റ് എഴുതിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ലാംഗ്വേജും ഒരു ഡൊമൈനും, അല്ലെങ്കിൽ ഒരു ഡൊമൈനും ഒരു ജനറൽ ടെസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ എഴുതിയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെ കോഴ്സ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം BBA ആണ്. BBA കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബാച്ചിലേഴ്സ് ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അതിന്റെ സബ്ജക്ട് ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, പ്ലസ് എനി 3 ഡൊമൈൻ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്ലസ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതാണ് ഇതിൽ പറയുന്നത് BBAക്കുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ബാച്ചലർ BVOC ആണ്. BVOCിൽ ബാച്ചലർ ഓഫ് വെക്കേഷൻ ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ആണ് പ്രൊവൈഡ് എന്നുള്ള കോഴ്സ് എന്ന് പറയുന്നത്. അതിലുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മാത്രം എഴുതിയാൽ മതി. പിന്നെ BVOC ഇൻ റീറ്റെയിൽ മാനേജ്മെന്റ്, അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയാൽ മതിയാവും. അതുപോലെ തന്നെ BVOC ഇൻ ഏർലി ചൈൽഡ്ഹുഡ് സെന്റർ മാനേജ്മെന്റ് ആൻഡ് ഓൺടർപ്രണർഷിപ്പ് ആണ്. അതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയാൽ മതിയാവും. അതുപോലെ തന്നെ BVOC ഇൻ അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻസ്, അതിലും ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയാൽ മതിയാവും. പിന്നെ വരുന്നത് ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ഗ്ലോബൽ സ്റ്റഡീസ് ആണ്, ലൈക്ക് ടൈപ്പ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസ് അതുപോലുള്ള സബ്ജക്റ്റ് ആണ്. അതിൽ പറയുന്നത് സെക്ഷൻ 1 ഇനി ലാംഗ്വേജ് എഴുതണം, സെക്ഷൻ 2 23 ഡൊമൈൻ സബ്ജക്റ്റുകൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഡൊമൈൻ സബ്ജക്റ്റ് എഴുതിയാൽ മതിയാവും, നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടും. സെക്ഷൻ 1 ലാംഗ്വേജ്, ഇനി ഏതെങ്കിലും ഒരു ലാംഗ്വേജും ഏതെങ്കിലും ഡൊമൈൻ എഴുതിയാൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നുള്ളതാണ്. പിന്നെ ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് സസ്റ്റൈനബിൾ അർബനിസം എന്ന് പറയുന്നതാണ്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചാൽ, കോഴ്സുകൾ വെച്ചാൽ കുറച്ച് റെയർ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഡിഗ്രി കോഴ്സുകളല്ല, കുറച്ചുകൂടി ഒരു സബ്ജക്ട് ഫോക്കസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് AUD പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വൺ ഓഫ് ദി ഗുഡ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് സസ്റ്റൈനബിൾ അർബനിസം എന്ന് പറയുന്ന കോഴ്സിൽ അതിന്റെ സബ്ജക്ട് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് എഴുതേണ്ടത് വെച്ചാൽ എനി 1 ലാംഗ്വേജ് ഫ്രം സെക്ഷൻ 1A. സെക്ഷൻ 1 എന്ന് പറയുന്നത് ലാംഗ്വേജിന് ഏതെങ്കിലും ലാംഗ്വേജ് എഴുതിയാൽ മതിയാവും. പിന്നെ സെക്ഷൻ 2 23 ഡൊമൈൻ സബ്ജക്റ്റുകൾ ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു ഡൊമൈൻ സബ്ജക്റ്റ് എഴുതിയാൽ നിങ്ങൾ അഡ്മിഷന് എലിജിബിൾ ആവുന്നുള്ളതാണ്. പിന്നെ വരുന്ന ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് സോഷ്യൽ സയൻസ് ആണ്. അതിലും അതുപോലെ തന്നെയാണ്, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് എഴുതിയാൽ മതി, കൂടെ അതുപോലെ തന്നെ പ്ലസ് ഏതെങ്കിലും ഒരു ഡൊമൈൻ സബ്ജക്റ്റ് എഴുതിയാൽ മതിയാവും. പിന്നെ വരുന്ന ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ലോ ആൻഡ് പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏതെങ്കിലും ലാംഗ്വേജ് എഴുതുക, അത് പ്ലസ് ഏതെങ്കിലും ഡൊമൈൻ കൂടി എഴുതിയാൽ മതിയാവും. പിന്നെ ബാച്ചിലേഴ്സ് ഓഫ് ഹിന്ദി, അതിലും പറയുന്ന കാര്യം എങ്ങനെയാണ്, ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പ്ലസ് ഏതെങ്കിലും ഒരു ഡൊമൈൻ, 23 ഡൊമൈൻ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഡൊമൈൻ എഴുതിയാൽ മതിയാവും. പിന്നെ BA ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ഹിസ്റ്ററി പറയുന്നുണ്ട്. BA ഹോണേഴ്സ് ഹിസ്റ്ററി ആണ്, ഹോണേഴ്സ് ഡിഗ്രി ആണ്. അപ്പോൾ അതിൽ എനി 1 ലാംഗ്വേജ് പ്ലസ് സെക്ഷൻ 2 എനി 1 ഡൊമൈൻ ഫ്രം 23 ഡൊമൈൻ സബ്ജക്ട്, 23 ഡൊമൈൻ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഡൊമൈൻ സബ്ജക്ട് എഴുതിയാൽ മതിയാവും. പിന്നെ ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ഹോണേഴ്സ് സൈക്കോളജി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ എനി 1 ലാംഗ്വേജും ഏതെങ്കിലും ഡൊമൈൻ സബ്ജക്ട് എഴുതിയാൽ അതിലും മതിയാവും. പിന്നെ BA ഹോണേഴ്സ് ആർട്സ് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നുള്ള കോഴ്സാണ്. അതിലും ഏതെങ്കിലും ലാംഗ്വേജ് പ്ലസ് ഡൊമൈൻ സബ്ജക്ട് എഴുതിയാൽ മതിയാവും. ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് സോഷ്യോളജിയിലുള്ള ക്രൈറ്റീരിയം സെയിം തന്നെയാണ്, അതുപോലെ തന്നെയാണ്. ബാച്ചിലേഴ്സ് ഓഫ് ആർട്ട് പൊളിറ്റിക്കൽ സയൻസിലും അതുപോലെ തന്നെയാണ്, ക്രൈറ്റീരിയ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ഏതെങ്കിലും ലാംഗ്വേജും ഏതെങ്കിലും ഡൊമൈൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഓഫ് എക്കണോമിക്സിലും അതുപോലെ തന്നെയാണ്, ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ഹോണേഴ്സ് എക്കണോമിക്സിലും അതുപോലെ തന്നെയാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, വലിയ വ്യത്യാസങ്ങളില്ല. പിന്നെ ബാച്ചിലേഴ്സ് ഓഫ് ആർട്സ് ഇംഗ്ലീഷിലും സെയിം ക്രൈറ്റീരിയ ആണ്, ഒരു ലാംഗ്വേജ് പ്ലസ് ഒരു ഡൊമൈൻ എന്നുള്ളതാണ്. പിന്നെ ബാച്ചിലേഴ്സ് ഓഫ് സയൻസ് മാത്തമെറ്റിക്സ്, അതിൽ പറയുന്നുള്ള ക്രൈറ്റീരിയ വെച്ചാൽ എനി 1 ലാംഗ്വേജ് പ്ലസ് ഏതെങ്കിലും ഈ ഒരു ഞാൻ പറഞ്ഞ ഡൊമൈൻ സബ്ജക്റ്റുകളിൽ ബെസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സബ്ജക്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ് ഇതിലും പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം 18ഓളം കോഴ്സുകൾക്കാണ് അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുള്ളത്. ജൂലൈ 2 ശേഷമാണ് അതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ കാര്യങ്ങൾക്ക് ഓപ്പൺ ആവുന്നത്. അപ്പോൾ വെബ്സൈറ്റ് കാര്യങ്ങൾക്ക് എനിക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഇതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൽ പറയുന്നതായിരിക്കും. ഈ ഒരു അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹിയിൽ ഏകദേശം 1200 സീറ്റ്സ് ആണ് ഇത്ര കോഴ്സുകൾക്കായിട്ട് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഡൽഹിയിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമല്ല, അതുകൂടാതെ അംബേദ്കർ യൂണിവേഴ്സിറ്റി ഡൽഹി കൂടി നിങ്ങൾക്ക് ഡൽഹിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹെൽപ്പ് ഡെസ്കിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. കമന്റ് ബോക്സിൽ നമ്മൾ ഹെൽപ്പ് ഡെസ്ക് ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, നിങ്ങളത് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് CUT UG വഴി ഡൽഹി യൂണിവേഴ്സിറ്റി അതുപോലെ ഡൽഹിയിലുള്ള ബാക്കി ക്യാമ്പസുകൾ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.